ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൺഫില. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പൂക്കോട് ലേക്ക്, വയനാട്ടിലുള്ള പൂക്കോട് ലേക്ക് നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് നമ്മൾ അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളിതാ ഈ ഫ്രേസ് വാങ്ങി. ഇതിനെന്താ നിങ്ങളൊക്കെ പറയലെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളിത് സ്റ്റിയറിംഗ് ടൈപ്പ് ആയതുകൊണ്ട് അതിന് ചെറുതിലെ ഡ്രൈവർ എന്നാണ് പറയല്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നാവുമ്മൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെരിപ്പുണ്ടാവുമല്ലോ, അത് മോളോട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ അവളും നല്ല ഇതായിട്ട് ഇത് സംഭവിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത പോകാവുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അടിപൊളി വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് പുളിയിഞ്ചി ഇതെല്ലാം വാങ്ങിച്ച് അത് കഴിച്ചോണ്ടും പിന്നെ അങ്ങനെ നല്ല നിർത്താതെയുള്ള മഴയായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി, എന്താ പറയണ്ട, ആ വീഡിയോയിൽ പറഞ്ഞ പോലെ അടിപൊളിയാണ് വഴിയൊക്കെ. അപ്പം നമുക്കത് കാണാം. ഈ മരയില്ലേ, മരയുടെ താഴത്ത് ഭയങ്കര വെള്ളത്തുള്ളികളാണ്. കാപ്പിത്തോട്ടം ഇതൊക്കെ ചക്ക ഉണ്ടായിട്ട് ചക്ക മാങ്ങ പോലെ തയ്ച്ചിട്ട് നമ്മുടെ ചക്കയുടെ മഹിമ അങ്ങോട്ട് എത്തിയില്ല. വേറെ ശരിക്കും എന്താന്ന് വെച്ചാൽ ആടെ കിട്ടുന്ന ചക്കയെല്ലാം മറ്റേതാ. അങ്ങനെ വഴികളൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് പച്ചപ്പ്, മഴ, വെറുതെ വേണം. അങ്ങനെ ഞങ്ങൾ വയനാട് റിസോർട്ടിൽ നിന്ന് ഫ്രഞ്ച് കഴിച്ചിട്ടാണല്ലോ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഒരുമിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ മഴയും എന്താ പറയണ്ടേ, ഇതെല്ലാം ആകുമ്പോൾ നല്ല വിശപ്പും. വണ്ടി കയറിയാൽ പിന്നെ എനിക്ക് നല്ല വിശപ്പം. വണ്ടി കയറി ഉടനെ തന്നെ ഞാൻ ചിപ്സ് ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് നമ്മൾ മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടതുപോലെ തന്നെ അടിപൊളി വഴിയാണ്. നല്ല എന്താ പറയണ്ടേ, അതിലൂടെ ആന വരുന്നുണ്ടോ, കടുവയുണ്ടോ, മറ്റേതുണ്ടോ. പോകുന്ന വെഹിക്കിളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആന, പിന്നെ കടുവനെ മാത്രം കണ്ടിട്ടില്ല. ബാക്കി ഒട്ടുമിക്കെല്ലാ ജീവികളെയും കണ്ടിട്ടുണ്ട്. മലയണ്ണാൻ, കാട്ടുപന്നി, കാട്ടുപോത്ത്, അങ്ങനെ കുറേ ആനിമൽസിനെല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആന വന്നിട്ട് എല്ലാ വീഡിയോസ് അങ്ങനെയാണല്ലോ കാണുന്നത് നമ്മളിപ്പോൾ. അതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല വിശപ്പ്. ചായ കുടിക്കാം, നല്ല മുട്ട പപ്സ്. ഇത് ഡ്രാഗൺ എന്താ അങ്ങനെ എന്തോ പറഞ്ഞത്. ഇത് നല്ല അടിപൊളിയാണ്. ബേക്കുന്ന രണ്ടാൾ പഞ്ഞ് തട്ടുന്നുണ്ട്, ബർഗർ തട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്ലൈമറ്റ് അടിപൊളിയല്ലേ, എന്താ പുറത്ത് കാണാനല്ലേ. അവിടെ നിന്ന് നിന്നുകൊണ്ട് നോക്കുമ്പോൾ കോട ഇറങ്ങി മക്കളെ, കോട എന്താ അടിപൊളി. അവിടെ എത്താനാകുമ്പം തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആയിഷ നല്ല അടിപൊളി. അവൾക്ക് പുറത്ത് എന്താ പറയണ്ടേ, പെട്ടിപ്പ് കിടന്നുകൊണ്ട് പുറത്ത് ഇങ്ങനെ കാണുകയും ചെയ്യുക, പോവുകയും ചെയ്യുക, കിടക്കുകയും ചെയ്യുക. അവളായിട്ടായാൽ മതിയായിരുന്നു. പിന്നെ കുറേ ഇരിക്കുമ്പോൾ വണ്ടി നട്ടിലെല്ലാം അടിപൊളി പണിയാവും. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ചായ എല്ലാം കുടിച്ച് യാത്ര തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാവരും മെസ്സേജ് അയക്കുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാത്തിനും റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പോയി നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോയാന്ന്. 3 സ്റ്റേറ്റും കടന്നിട്ടാണല്ലോ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നിൽക്കണം. ആ ഫോണാണെങ്കിൽ ഓഫാക്കുമ്പോൾ ആയിരിക്കും ഓരോ മങ്കീസെല്ലാം പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകുന്നത്, അങ്ങനെയല്ലോ. പിന്നെ മക്കൾ കുറേ സമയം ബാക്കിൽ, 3 ആളും ബാക്കിലാണ് പോയിരുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ചെറുങ്ങനെ അടിയും പിടിയെല്ലാം തുടങ്ങി. അപ്പോൾ അതെല്ലാം ശരിയാക്കി നമ്മളിത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്തെങ്കിലും കാണോ എന്നുള്ള ഇതിലാണ് പോകുന്നത്. ഉമ്മക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഉമ്മ ദ്വാരക്കാനും ഖുർആൻ ഓതാനെല്ലാം തുടങ്ങി. ഇപ്പോൾ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് പോയി നോക്കാനുള്ള നല്ലൊരു ഇതുണ്ട്. പക്ഷേങ്കിൽ
ഇവിടെ ചെറിയൊരു കൂറിനെ കണ്ടാൽ കൂക്കി കൊടുക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. എല്ലാവർക്കും നല്ല പേടിയുമുണ്ട്, പോകാനും രസമുണ്ട്, പുറത്ത് നോക്കാനും രസമുണ്ട്. ഇനിയിപ്പോൾ അതിലൂടെ എന്തെങ്കിലും വരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ പോകുന്നിടത്തുള്ള ഭയങ്കര വലിയ പുറ്റ്, പാമ്പിൻ്റെ ഇതുണ്ടാവുമല്ലോ, അത് ഭയങ്കരമായിട്ട് നല്ല വണ്ണത്തിലുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ ആനനെ കണ്ടു, ഇതെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണാം ഓരോന്നിനും. പുല്ലും കെട്ടിയാലും കൊണ്ട് പോകുന്നു. ചെറുപ്പക്കാരൻ പിടി വെച്ചിട്ട് ഒത്തിട്ട് അവിടെ ചെയ്യില്ലേ? ഭയങ്കര പേരുള്ള വണ്ടി പെണ്ണുങ്ങൾ കുളിക്കുന്നായിരുന്നു. കളിക്കുന്നു. കിലോമീറ്റർ ടേൺ റൈറ്റ്. 12 കിലോമീറ്റർ ഫോറസ്റ്റാ. ഫുള്ള് മാനാ, വെള്ളക്കുരങ്ങ കേട്ടാ. വെള്ളക്കണ്ടി പിടിച്ചതാ. മാനല്ല തേച്ചത്. കൂട്ടത്തോടല്ലേ തൊടാൻ പറ്റില്ല. അതൊടി ചില ഏരിയ നടത്തുന്നുണ്ട്. അത് പറഞ്ഞത് ചെക്കന്മാരെ കണ്ട കളി കൊല്ലി അങ്ങ് പോയി. എന്തോര് കുരങ്ങല്ലേ, ഇതാ ഇനി മാണ്ടിട്ട് തൊയ്ന്നിരുപത്താ പറയുന്നു. നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഓട്. ആന പേടിച്ചു പോലെ കണ്ടാല് ഒരു കിലോ നിറച്ചു. മക്കള് കണ്ടിനാ? നമ്മളെ കാടിന്റെ ഉള്ളിലുള്ള ഇതാണ് കാട് മോൻ. വെള്ളത്തിന് മേലെ പൂ ഇതാ പോയല്ലേ ഇത് അമ്പലത്തിനൊന്നും ചെയ്യൂലോ കാരണം ചെറിയ റോട്ടിൽ നിന്ന് തന്നെ വന്നാലേ പോയി പ്രശ്നം. സാറ്റിസ്ഫൈഡ് ആക്കുന്ന കണ്ടിട്ടില്ല. പാകപ്പിച്ച ഭയങ്കര ദേഷ്യായിരുന്നു. ഇഷ്ടംപോലെ കിട്ടും. ഇവർക്കൊന്നും ഒരു പക്ഷെ മോനെയും കൊന്നല്ലോ. ഈ ആനനെ തൊളിക്കുന്നത് എങ്ങനെയില്ലനാ സ്ഥിരമായിട്ട് മോനെയും കൊന്നല്ലോ. മടക്കി കളിച്ചില്ല. അല്ല അതല്ല, ഈ ആനനെ തൊളിക്കുന്നവരത്തിലല്ലേ അവനക്ക് ഭയങ്കര ധൈര്യമാണ് പോലും. അവർക്ക് ഈ റോഡിൽ വണ്ടിയെല്ലാം ബ്ലോക്ക് എപ്പോഴും വന്നിട്ട് കുരങ്ങ അത് തിന്നിട്ട് കഴുത്തുമ്മൽ കൊണ്ടേക്കുന്നത് കുറേ അച്ചോ. തുറക്കറിയാപ്പാട് ഉള്ളിൽ ചാടുവേ, കാരണം ഭക്ഷണത്തിന് വേണ്ടി ചാടും. അത് വണ്ടിയൊന്നുമില്ല.
ഇതാക്കി നിങ്ങൾ വണ്ടി ആക്കുന്നതാണ്. കുറെ വണ്ടി ഉണ്ട്. അവിടെ നിന്ന് കാട്ടുതേങ്ങ വാങ്ങാൻ നിർത്തി വെച്ചിട്ട് മറ്റേ ഫുള്ളർ സെറ്റ് വരുന്നുണ്ട്. കർണാടക ഓൾറെഡി പോയി. കേരള സ്ഥിതി അല്ലേ? 30 കിലോമീറ്റർ. ഇത് മുത്തങ്ങയല്ലേ? ഒരു മാന ഇതുകൊണ്ടല്ലോ വണ്ടി നിർത്തിയിട്ട് ആന 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 അത് ആ സൈഡില് കൊറേ 3-4 എണ്ണോ ബേക്കോട്ടാ. നിങ്ങൾ അങ്ങോട്ടല്ലേ പോട്ടെ? പോട്ടെ. അത് ആന ആന ഫ്രണ്ട് നോക്ക് കൊറേ ഉണ്ട് ഫാമിലി. ഓ ബെൽറ്റെല്ലാം ബസ്സുവിനോട്ടേക്കോ കുഞ്ഞിന് വേണ്ട ഏതെങ്കിലും ഒന്ന് ചീത്തപ്പരളയായി റോഡിൽ വരും. ഓനാട് നിർത്തിയാടുന്നില്ല ഒരാൾട്ടോ ധൈര്യം എനിക്ക് വീടെടുക്കാറാ കുഞ്ഞിയുണ്ട് പോലാന്ന് പറഞ്ഞു അവനോട്. അതിന്റെ അടുക്ക് ഒരു വീടെടുക്കണ്ടില്ല. എന്നാ കുട്ടിയതാ ചെറിയ കുഞ്ഞെ അതിനെ നമുക്ക് എടുത്തോണ്ട് പോകുന്നു. ബാക്കിലുണ്ട് ഒരു കുഞ്ഞിയും ബാക്കിലൊന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് പോയി ഒരു വീഡിയോ എടുക്കണ്ടിട്ട് നമ്മളെ കവർ നിങ്ങളോനൊക്കെ എല്ലാ അതിന്റെ മുന്നിൽ കയറ്റി മറ്റേ ക്രോസ് ചെയ്യുന്നില്ല കേട്ടാ. വിട്ടാളെന്നാലും പോകുന്നല്ല തന്നെ ഉണ്ട് ആടാ. എല്ലാരും വണ്ടി നിർത്തിട്ട് തിരിച്ചു പോകണ്ട്. എല്ലാം ഓടി വരും ചെയ്യണ്ട. കുഞ്ഞി പോകാനാണ് ബാക്കിൽ വലുത് എതിർക്കുന്നത്. എല്ലാം ഇവര് എന്തെങ്കിലും കുഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്താൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വലുത് വരും. ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് വലുത് ഒന്ന്. വരുന്നുണ്ട് വരുന്നുണ്ട് അതാ ഞാനിത് പോട് 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 ഇപ്പറോട്ട് ഉഷാറില്ലാത്ത പോലത്തെ അത് ഉഷാറാവും പിന്നെ തുമ്പക്കൈന്റെ ആള് പോയിട്ട് നമ്മളിങ്ങനെ ക്രോസിങ് കിട്ടിയില്ല. ഞാൻ വരുന്നുണ്ടെന്ന് ആടെ എന്തോ കണ്ടിട്ട് അവന് ഫോട്ടോ എടുക്കാൻ നിർത്തി. ഇത് പക്ഷി ഇവിടെ മുങ്ങി അങ്ങനത്തെ മരയെണ്ണ ഇത് നിന്ന് എന്റെ നേരെ ഇല്ല ഇത് നേരെ പോട്ടെ. മലയണ്ണ മലയന്മാരെണ്ണാണ് മാന്തോട് തള്ളി കൊടുത്ത താങ്ക്സ്. ഇതിപ്പോ കേരളം കഴിഞ്ഞു തമിഴ്നാടാ. താങ്ക്സ് കേരളം പറഞ്ഞ മലയാളീസ് അല്ല ഇപ്പം കാണാ. ഇത് കർണാടക. കർണാടക കർണാടകയിലാണ് കേറുന്നത്. ബന്ദിപ്പൂർ കേട്ടിട്ട് അതിന്റെ ഉള്ളൂട്ടിയെല്ലാം പോണമ്മ. പിന്നെ പോവാത്ത ആണ് ചെക്ക് പോസ്റ്റ് മിലിറ്ററി പോസ്റ്റ്.
ടോള് കൊടുക്കണം. ഉണ്ട്. അങ്ങോട്ട് നേരില്ല മോനെ എനിക്ക്. വീഡിയോ എടുക്കുന്നുണ്ട്. ഏതാ കാട്? നീ അന്നേരം ഇത് പറഞ്ഞത് എനിക്കറിയില്ല, നീ പറഞ്ഞൂടെ വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ. ചെറിയ കാലത്തിനെ ഉള്ളിലാണ്. ചെറിയ കാലാന്ന് 2500 റുപ്യ വന്നത്. അതിന് മുന്നേ ഒന്നുണ്ടായിരുന്നു ബെൽറ്റ്. ആരോ കാണാണ്ട് മുറിച്ചുകൊണ്ടായി. അതുകൊണ്ട് ഞാൻ കൊടുത്തായിരുന്നു. ഈ പുലികളിൽ എത്രയോ കുറച്ചായിട്ടുള്ളൂ ഈ കാട്ടില് ഇവരെ വേറെണ്ണെന്ന പുലിയായിട്ടുള്ളൂ. ഓസ്ട്രേലിയയിലും മറ്റേ ഇവിടെയെല്ലാം കാണും. ആഫ്രിക്കയിലെല്ലാം ഞാനിപ്പോ 10-50-100 കൊല്ലം ഇനി ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന പറയേണ്ടി വരും. ആനയല്ലോ. ആന ഉണ്ടാവും. ആന കുറവുണ്ടോ? ഇതെല്ലാം വേണം പോലും കാട്ടുകാർ വലിയ വിറ്റത്. മാളം കണ്ടേ. ടൈഗറിന്റെ ഏറ്റവും വലിയ ടൈഗർ സൈബീരിയൻ ടൈഗർ. ഭയങ്കര മുഖൻ. പാമ്പുകളുടെ ആവാസന എന്നോട് പറയുന്നത് കൊച്ചിനെ പറ്റി. പറഞ്ഞോ കേൾക്കും. പെൺമയിലാന്ന് ഇത് കൂടുതൽ ബുദ്ധി. എൻ്റെ അടുത്തുള്ള മയിലില് പെണ്ണു അതിനാണ് 3 പ്രശ്നം രക്ഷപ്പെട്ടില്ല. പിന്നെ ഞാൻ ബാക്കി തന്നെ ഓടാൻ. കാട്ടുപോത്തുണ്ട്. ഇതാ ഞാൻ മോനെ കാട്ടുപോത്ത് കേട്ടാ. ഇതാ ഫോട്ടോ കാണുന്നില്ല, ശ്രദ്ധിക്കണം. ഡോൺ ഹോൺ അതിന് ഓണടിക്കർ പോലും കേട്ടാ. പിടിക്കൂല, ചെക്കിന് പിടിക്കൂല. ഓണടിക്കാൻ മാനുള്ളടത്ത് പറക്കുന്ന കാണാടാ. മാനോ പറക്കുന്ന നിച്ചിനൊപ്പം കാണില്ലേ? എല്ലാവരും സ്കൂട്ടർ എടുത്തിട്ട് കാർ കൊടുത്തിട്ട് പിടിച്ചു പിടിച്ചു. ഡെയിലി പോയി വരുന്ന ആളുണ്ടാവില്ലേ? ഞാനുണ്ടാവില്ലേ? ആനപ്പുണ്ടോ? ഈ കാടിനുള്ളിലൂടെ പോകുന്ന ഒരു യാത്ര ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് അത് അമ്മയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ആ വൈബ് പകുതിയെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ വീഡിയോസും ഞാൻ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വോയിസ് ആണെങ്കിലും എല്ലാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഓരോ സ്റ്റേറ്റും കിടന്നിട്ട്. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടാലോ. നിങ്ങളെ കൃഷി കണ്ടില്ല. കാറ്റുണ്ട്. തെങ്ങിന്റെ മോളികൾ അങ്ങോട്ട്
ആടാ അതിന്റെ നടുക്ക് ചെമ്മരിയാടല്ലേ കുഞ്ഞി കുളിക്കുന്ന അടുത്ത് ശരിയായ കാർഷിക മേഖല. ഷെയ്ക്കെല്ലാം കുടിച്ചിട്ട് പോകാൻ നല്ല സ്ഥലം. മലയാളല്ലേ ഇതിന് അങ്ങനെ നമ്മളെ ഒരു ഫോറസ്റ്റ് ഏരിയ ഇനിയും ഉണ്ട് കുറച്ചും കൂടി പോവാൻ, കുറച്ചും കൂടി അല്ല കുറച്ചധികം പോവാൻ. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആകാനുണ്ടായിരുന്നു, വാഷ്റൂമിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടലിൽ കണ്ടു, അവിടെ ഇറങ്ങി. അപ്പോൾ ഇതെല്ലാം വെച്ച് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒറിജിനൽ സ്കിൻ തന്നെയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഒരു ഭയങ്കര വിറ്റ ഐഷു ഈ ഉള്ളി അല്ല അതിന് ഉഴുന്ന് വടക്കെല്ലാം പറയുക, ഡോണറ്റ് മറ്റേത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുലുമാലയിക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം വാങ്ങിച്ച് കഴിച്ച് നല്ല അടിപൊളി ഫിൽറ്റർ കോഫിയെല്ലാം കുടിച്ച് തലവേദനയൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് പിന്നെയും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കാണുന്നില്ല, ബോറടിക്കുന്നില്ലല്ലോ? ബോറടിക്കില്ല അല്ലേ? ഞങ്ങൾ അതേ വൈബിൽ കാണുകയാണെങ്കിൽ ഒരിക്കലും ബോറടിക്കില്ല കേട്ടോ. നല്ല രസമാണ് ഫോറസ്റ്റ്. നിങ്ങൾക്കെല്ലാം എപ്പോഴെങ്കിലും പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും പോവുക. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുമ്പോൾ ഇതാ നേരക്ക പണ്ട് ഒരു ഫിലിമിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ കഴിക്കുന്നില്ല നേരക്കന്നെ പറ്റിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരക്കെല്ലാം വാങ്ങി. ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇത് കണ്ടപ്പോൾ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വാഷ് ചെയ്യുന്ന ഇതാണ് ടെക്നിക്കുണ്ട, പുതിയ ടെക്നിക്കല്ലേ. പേപ്പറിൽ അല്ല പാക്കറ്റിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കിയിട്ട് ഒട്ടിയാക്കിയിട്ട് വെള്ളം കളഞ്ഞാൽ മതി. പോകുന്ന ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കണ്ടു പിടിയിട്ടില്ല. ഇതിൻ്റെ ഒരു ചവർപ്പ് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല, ആയിഷുന് നല്ല ഇഷ്ടമായി. അവൾക്ക് പിന്നെ അങ്ങനത്തെ കുരുവാന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിച്ചായി അവൾ. ഇങ്ങനത്തെ ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബാക്കി കാടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും കൂടി കാണാം. ഇവര് രാത്രി നടക്കുന്നില്ല, ഇത് നടക്കുന്നുണ്ട് രാത്രി. എന്തുകൊണ്ട് എത്ര മണി കഴിഞ്ഞാൽ ഈ റൂട്ടിലോട്ട് വിടുന്നില്ല? സാധാരണ 5 മണിയാണ്, ഇന്ന് നമ്മള് 5 മിനിറ്റ് മുമ്പെത്തിയോണ്ട് ടൈഗർ വെൽക്കം ചെയ്യുന്നു. കാണുന്നുണ്ട് മാന്, ഫുള്ള് മാന്. വനത്തിൽ ഒന്തവത ദാതി 5 കാസി നെല്ലി അതായത് ഒപ്പം അതുക്കെ മാറി.
ബസ് ഈ ബസ്സിലൂടെ കൊണ്ടിട്ട് കാണിക്കുന്നത് കുറച്ച് ഉള്ളിലേക്ക് പോകാൻ അല്ല ഇവര് ഈ ബസ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലെല്ലാം പോവാ അല്ല ഈ റോഡും വരെ തന്നെ ആയിരിക്കൂലേ ഈ ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം കാടിൻ്റെ ഉള്ളിലോട്ടായിട്ട്. നമ്മൾ പോകുന്ന ആ റോഡ് അല്ല റോഡ് എന്താ പറയണ്ടേ കാടിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് കുറേ അനിമൽസിനെല്ലാം കൂടുതൽ കാണാം. പക്ഷേ ഇതിൽ പോയാളെ പിന്നെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അപ്പം പറഞ്ഞു നമ്മൾ കണ്ട ആ ഒരു അനിമൽസിനെ പോലും ഈ ബസ്സിൽ പോയിട്ടൊന്നും കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഒരാളെ ലക്ക് ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബന്ദിപ്പൂരാന്ന്. അപ്പോൾ പേര് കിട്ടിയല്ലോ, ആ ബസ്സും വല്ല എഴുതിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നിൻ്റെ പേര് ഓർമ്മയും നിൽക്കില്ല, നല്ല ഓർമ്മശക്തി കൂടുതലായോണ്ടാന്ന് തോന്നുന്നു, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തിൻ്റെയും പേര് പറയണം, അതിലൂടെ പോയി ഇതിലൂടെ പോയി അങ്ങനെ മാപ്പ് അറിയുന്ന പോലെ പറയണമെന്നല്ല വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യുക, ഒന്നും ഒരു തലയിൽ ഒരു പേരും കിട്ടൂല, പറയാൻ നോക്കുമ്പോൾ ഒരു വേർഡ്സും കിട്ടൂല. പിന്നെ വായിൽ വന്നതൊക്കെ ഇങ്ങനെ വീഡിയോസിൽ പറയും. നല്ല മാനാട്ടാ, തിരിയില്ലല്ലോ മാനിനെ പുല്ലിനെ കണ്ടാല്. നിങ്ങള് മാറുന്ന അതിന് മാറാൻ കഴിയാ. ആനയുണ്ടാ ഇയാളൊരു ഓർമ്മ Caution, elephant zone, do not stop. Vishal responsible for attack by elephant. ബാക്കിലോട്ടാ ദൂരെ വെക്കണമെന്നുണ്ട്. നമുക്ക് ചെറിയ മാനിന്റെ അടുത്ത് ഞങ്ങൾക്ക് തുറന്നിടേ അതിന് അതൊന്ന് പൊങ്ങ കേറ്ററാ മറന്നു. ഉപ്പാക്കിട്ട് പണി മക്കൾ കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ ഇങ്ങനെ സൈഡിലിരുന്നിട്ട് എന്താ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവുക. അപ്പം മക്കൾ ബാക്കിലോട്ട് അവർ പിൻ സീറ്റിലാണല്ലോ ഇരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൈയിട്ടിട്ട് ഇങ്ങനെ താഴോട്ടാക്കും. അപ്പോൾ ഉമ്മക്കാണ് ഇതെല്ലാം കണ്ടൊരു ടെൻഷനാണ്, ആന വരുന്നു, പുലി വരുന്നു, മയിൽ വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഇട്ട് വാക്ക് പറയും. ഇപ്പം വീഡിയോ ഇട്ടാൽ പറയും നീ എന്തിനാ എൻ്റെ സൗണ്ട് ഇട്ട് അതിൻ്റെ വാക്കി ഇപ്പം കേട്ടോ. പക്ഷെ ഒരു രസമല്ലല്ലേ ഇങ്ങനെ പറയുന്നതെല്ലാം കേൾക്കാൻ. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നല്ല കലമ്പ് വിളിക്കലായിരുന്നു വാച്ചിൻ്റെ എല്ലിൻ്റെയും പണി. ഇതിന്റെ അർത്ഥം അറക്കാൻ കൊടുക്കണം. ആണ പെണ്ണത് എന്നെ വാച്ചോ മയില് തന്നെ ഭയങ്കര സംഭവം. മയിലിനെ തൊട്ടാൽ കൂടുമോ? നമ്മളെ കണ്ണു കുത്തു നല്ലല്ലേ. ഈ ജെല്ലിക്കോ നമ്മൾ ഏറ്റി ജെല്ലിക്കോ. മാന ഓടുന്നു കേട്ടോ. തമിഴ്നാട്ടിലുള്ള മുതുമല, അതാണ് മുതുമല. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മുതുമല തമിഴ്നാട്ടിലുള്ള അതിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഗേറ്റാണ് കാണുന്നത്. അപ്പോൾ സോ അടുത്ത ഫോറസ്റ്റ് ഏരിയ നമുക്ക് കവർ ചെയ്താലോ. ലെറ്റ്സ് വാച്ച്. കാലിൻ്റെ അടിയിലാക്കി 171 കിലോമീറ്റർ. 21 71 ഊട്ടിയിലേക്കോ? തിരിച്ചു പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട്?
അത് 36 ഹെയർ പിൻ വളർന്നു. അതില് കുട്ടിയുണ്ട്. വരുന്നുണ്ടേ, നടന്നോ വിട്ടു. ആനയതാ നമ്മളെ അങ്ങ് ഇതാ, രണ്ടാനുണ്ട്. ഒന്ന് കുട്ടിയല്ല നിർത്തിയില്ലേ? ശരിക്കും സ്കാൻ ചെയ്യുന്ന ഉമ്മയാ. മോനിക്ക് ആന പിടിക്കാൻ പോണാ നേരത്തെ പിള്ളേര്. നീ പോട്. തെറ്റ് റോഡല്ല, തുറക്കും. നിങ്ങളത് പിടിക്കാൻ തുടങ്ങി എത്ര വണ്ടികൾ അവരൊന്നും ഇല്ല. അച്ചിച്ചിനെ പിടിച്ചോടെ പിടിച്ചിട്ട് അച്ചു അറിയുമേ. അയ്യോ അങ്ങനെ നിക്കുന്നല്ലേ ലക്ഷ്മണി. മഴ കൊള്ളുന്നതാ. പൂച്ചക്കുട്ടിക്ക് ഇട്ട് അമ്മ പൂച്ച അടിക്കുന്നുണ്ടിനാ അങ്ങ് പോയിട്ട് സ്വിമ്മിംഗ് പൂള് ആ ഇച്ചു എടുക്ക. ഇത് വീഡിയോ എടുക്കണ്ടേ മോളെ? തെഞ്ചിക്കാ കൊടുത്ത നോക്കിയാ തെഞ്ചിക്കാ കൊടുത്ത ഇതിന്റെ മേലെ കൂടി അറിയോ? കുറച്ചുകൂടി ഇന്നേരം പോയാൽ മതി. ഇതാണ് മൊഫന്റെ കുടി. ഇതിന്റെ കളിയൊളിയൊക്കെ എന്താ ആന ഉണ്ട് എഴുതി വെച്ച്. അവര് നിർത്തിയിട്ട് കൊണ്ടുവന്നു. നല്ല ആനയായിരിക്കും. അവര് പുറത്തിറങ്ങി ആന എന്തോ കണ്ടിട്ടുണ്ടാവും. മാറില്ല. ഡ്രൈവിംഗ് അറിയാം. പേരോട് മക്കളെ ഇതിനായി കളിക്കുന്നത് വണ്ടി ഉല്ലാസ് തന്നെയാ. മാനിന്റെ മരം. മുകളില് ആനകളുണ്ടല്ലോ മറിയുന്നത്. അപ്പം മാൻ ആടുപോലെ അല്ലേ? എത്ര ചെയ്യാ? അതിന് ഗവൺമെന്റ് പിറ്റിട്ട് ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഫോണിൻ്റെ ഏകദേശം കാര്യത്തിൽ തീരുമാനമായി, ചാർജ് ചെയ്യാനായി. അങ്ങനെ 36 ഹെയർ പിന്നെ കയറിയിട്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല രാത്രി ആയതുകൊണ്ട്. അപ്പം അങ്ങനെ രാത്രിയായി കേട്ടോ. പിന്നെ ഇവിടെ ഊട്ടിയിലെത്താൻ. അങ്ങനെ ഊട്ടിയിലെത്തി. ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഊട്ടിയിലുള്ള വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. ഒരു കാര്യം, ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ്, ഫോളോ, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും എന്താ പറയണ്ടേ മാറ്റണോ, അതിനുള്ള കമൻറ്റ് ബോക്സ് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ആരും മടിക്കാതെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് റൂമും കൂടി ഒന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നമ്മുടെ ഊട്ടിയില് ഈ ഹൗസ് ആട്ടോ റെൻറ്റിനെടുത്ത. താഴത്തെ ഒരു റൂമും മേലിൽ 2 ബെഡ്റൂമായിട്ട്. ആ റൂം എടുക്കാൻ വിട്ടുപോയി അല്ലേ. ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്താ വീഡിയോ എടുക്കാൻ വിട്ടുപോയത് പറഞ്ഞത്. അന്നേരം എടുത്ത പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് എല്ലാം കളക്ട് ചെയ്ത് ഒന്ന് ജോയിൻ ആക്കി ഒരു വീഡിയോ ആക്കുമ്പോൾ തിരിയുന്നത് റൂമിൻ്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഊട്ടിയിൽ നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാൻ AC ഒന്നും വേണ്ട, അത്രയ്ക്ക് തണുപ്പ്. പുറത്താണെങ്കിൽ ചാറ്റമായ ഇങ്ങനെ ചാറി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയെല്ലാം വീടെടുത്ത് താമസിക്കുന്നത് ഏറ്റവും ബെറ്റർ എന്ന് തോന്നും. കറണ്ട് അധിക ബില്ലൊന്നും വരില്ലല്ലോ. AC ഇടണ്ട, ഫാൻ ഇടണ്ട, നല്ല ഏരിയ.
അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കി ഊട്ടിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നമ്മള് വീടാണ്. ചേച്ചിന് നല്ല തണുപ്പാട്ടോ. ഞാൻ ഐഷു എല്ലാവരും ഇതുണ്ട്. ഉമ്മയിൽ ഉപ്പാപ്പല്ലുണ്ട്, പപ്പയുണ്ട്. നമ്മൾ പോവാണ് വീട്ടില്. നമ്മളെ പോന്നട്ടോ. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കറങ്ങാൻ പോവാണ്. എല്ലാം നോക്കി ബ്യൂട്ടിഫുൾ വീടായി. ഇത് നമ്മൾ വീടാട്ടോ. ഇതെല്ലാം നമ്മൾ വീടാ. ഉമ്മി ഒന്നൊന്നായിട്ട് വീട്. അപ്പം നമ്മളായി ബസ്സല്ലുണ്ട്. ഉമ്മതാ കാച്ചില്ല ഉമ്മ കണ്ടില്ലേ. എന്നാല് ഇതൊക്കെ ഇതെല്ലാം നമ്മൾ കുഞ്ഞു സ്കൂട്ടറിന് അലയാക്കും. അപ്പം നമ്മൾ ഊട്ടിയോട് റൂമിനോട് വെക്കേറ്റ് ചെയ്ത് ഇനി നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്, വിചാരിച്ച പോലെയല്ല. അതിലൂടെ ഒരു കുതിര പോകുന്നുണ്ടായിരുന്നു. ഊട്ടി എന്നല്ലേ. വെൽക്കം ടു ഊട്ടി. എന്തെല്ലോ പൂക്കളെല്ലാം ഉണ്ട്. എന്താ കൃഷിയാണ്. നല്ല തണുപ്പുണ്ട്. വരുന്നേ